നമസ്കാരം. ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമുക്ക് കാണുമ്പോൾ അത് പറയാതിരിക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്നവർ, ആ പാർട്ടിയുമായി അനന്തമായ ബന്ധമുണ്ടായിരുന്നവർ, ആ പാർട്ടിയോടൊപ്പം ചേർന്ന് അവരോടൊപ്പം അണിയായി പ്രവർത്തിച്ചവർ, അതിൻ്റെ നേതാവായവരൊക്കെ പലപ്പോഴും തുറന്നു പറച്ചിലുകൾ നടത്താറുണ്ട്. ആ പാർട്ടിയിൽ നിന്ന് അകന്നിട്ടോ അല്ലെങ്കിൽ ആ പാർട്ടി അവർക്ക് നൽകുന്ന സമ്മാനങ്ങൾ സ്വീകരിച്ചിട്ടോ ആയിരിക്കും അത്തരത്തിലുള്ള ചില തുറന്നു പറച്ചിലുകൾ ഉണ്ടാവുക. ഇവിടെ ഒരു ജി ശക്തിധരൻ്റെ മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. അദ്ദേഹം പറയുന്നത്, ഔദ്യോഗിക വാഹനത്തിൽ ഒരു ലിഫ്റ്റ് പ്രതീക്ഷിച്ചപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിലിട്ട് ആട്ടിയ ആട്ടുണ്ടല്ലോ, അത് ഒരു മകനും പൊറുക്കില്ല എന്ന് പറയുന്ന തരത്തിൽ പിണറായി വിജയൻ ചെയ്ത തെറ്റ് എല്ലാ സുഖഭോഗങ്ങളും ആസ്വദിക്കുവാൻ ഈ പൈതലിനെ കയറൂരി വിട്ട് കൊടുത്തതാണ് എന്നും വീണ്ടും വിമർശനവുമായിട്ടാണ് അങ്ങനെ ഒരു ശക്തിധരൻ്റെ പോസ്റ്റ് വരുന്നത്. CPM-ൻ്റെ അടിത്തറ ഇളക്കി വച്ചിരിക്കുകയാണ് എന്നും ഇനി ചെറിയൊരു ഉന്തു മാത്രം മതിയുമെന്നാണ് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ കൂടിയായിട്ടുള്ള ജി ശക്തിധരൻ പറയുന്നത്. മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ ലാളിത്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ശക്തിധരൻ ഇക്കുറി പിണറായി വിജയനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തിയിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റുകൾ. പിണറായി വിജയൻ ചെയ്ത തെറ്റ് മുട്ടയിൽ നിന്ന് വിരിയാത്ത പ്രായത്തിൽ കേരളത്തിലെ ശതകോടീശ്വരന്മാരുടെ മടിത്തട്ടിൽ എല്ലാ സുഖഭോഗങ്ങളും ആസ്വദിക്കുവാൻ ഈ പൈതലിനെ കയറൂരി വിട്ടുകൊടുത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തിധരൻ പറയും. അദ്ദേഹത്തിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: അടിത്തറ ഇളക്കി വച്ചിരിക്കുകയാണ്, ഇനി ഒരു ചെറിയ ഉന്തു മാത്രം മതി ഒറ്റ പൊതു തിരഞ്ഞെടുപ്പ് കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും ചീഞ്ഞളിഞ്ഞ ബൂർഷ്വാ പാർട്ടിയെക്കാളും കെട്ട പാർട്ടിയായി CPM-നെ മാറ്റുന്നതിൽ പാർട്ടിയുടെ ഉന്നത നേതൃത്വം വഹിച്ച ആ പങ്കിനെ ആർക്കും ചെറുതായി കാണാനാകില്ല എന്ന് പറയട്ടെ എന്ന്. അടിത്തറ ഇളക്കി വച്ചിരിക്കുകയാണ്. കോരൻ്റെ ചെറുമകൾ വീണ വിജയൻ്റെയാണ് അതിൻ്റെ ആദ്യ ശിലകൾ ഒന്നൊന്നായി ഇളക്കിയെടുത്തത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ചെറിയ ഉന്തുമതി അത് കടപുഴകി വീഴാൻ. എന്നാലും അതിൻ്റെ അസ്ഥികൂടം കുറച്ചുനാൾ കൂടി ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിണറായി വിജയൻ ചെയ്ത തെറ്റ് മുട്ടയിൽ നിന്ന് വിരിയാത്ത പ്രായത്തിൽ കേരളത്തിലെ ശതകോടീശ്വരന്മാരുടെ മടിത്തട്ടിൽ എല്ലാ സുഖഭോഗങ്ങളും ആസ്വദിക്കുവാൻ ഈ പൈതലിനെ കയറൂരി വിട്ടുകൊടുത്തതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മുതലാളിത്തത്തിൻ്റെ മടിത്തട്ടിൽ മതിച്ചു വളർന്ന അതിസമ്പന്നനായ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ ഈ യുവതിയുടെ രക്ഷകനായി അവതരിച്ചതോടെ ശനിദശ തുടങ്ങി. വൻ നഗരങ്ങളിലെ പാർപ്പും പടുകൂറ്റൻ വ്യവസായികളുമായുള്ള സഹവാസവുമായപ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ ചെറുമാടത്തിൽ പിറന്ന ഈ യുവതിയുടെ മനസ്സ് ചകിതയായി എന്നാണ് ശക്തിധരൻ പറയുന്നത്. പിണറായി വിജയനിലെ അച്ഛൻ സ്വന്തം മക്കളെന്ന് ഈ സൗഭാഗ്യങ്ങൾ നേടും എന്ന് ചിന്തിച്ചു പോയത് അത്ഭുതമല്ല. AKG സെൻറ്ററിൽ സന്ദർശകരായിരുന്ന പ്രവാസി മലയാളികളുടെ മനസ്സിൽ മക്കളെ യൂറോപ്പിലെവിടെയെങ്കിലും മികച്ച പഠനത്തിന് വിടാൻ ആക്രാന്തം കാണിച്ചിരുന്ന ഒരു അച്ഛൻ്റെ ദൃശ്യം ചിലപ്പോൾ അവരുടെയും മനസ്സിൽ കിടപ്പുണ്ടാകാം. അതൊരു തെറ്റേയല്ല. ഒരു ഉന്നതനായ നേതാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന ഗുണപാഠം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. എണ്ണിയാലൊടുങ്ങാത്ത ദുരിതക്കയത്തിൽ ജീവിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ മക്കൾക്ക് സ്വന്തം മക്കളും അങ്ങനെ ദുരിതക്കടലിൽ അകപ്പെടരുതേ എന്ന് ചിന്തിച്ചു പോവുക സ്വാഭാവികമാണ്. സത്യത്തിൽ അതിൻ്റെ രക്തസാക്ഷിയാണ് പിണറായി വിജയൻ. പക്ഷെ മക്കളെ നേർവഴിക്ക് നട്ടുവളർത്തിയില്ല എന്നുള്ളൊരു ദോഷമുണ്ട്. മകളുടെ വിപരീത ധ്രുവത്തിലായിരുന്നു മകൻ വിവേകിൻ്റെ വളർച്ച. പുതിയ ഡയറി കൊച്ചി ദേശാഭിമാനിയിലെത്തിയാൽ അതൊന്നിനു പകരം 2 തരപ്പെടുത്തുവാൻ ആരെ സ്വപ്പിട്ടാൽ കഴിയുമെന്ന് തലപുകഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന വിവേകിൻ്റെ നിഷ്കളങ്ക മുഖം മറക്കാനാകില്ല എന്നുകൂടി ശക്തിധരൻ പറയുന്നു. മകൻ അങ്ങ് UK-യിൽ പഠിക്കുന്നതിൻ്റെ പത്രാസിൽ കഴിയണമെന്ന പിണറായി വിജയൻ്റെ അത്യാഗ്രഹത്തിന് കൊടുക്കേണ്ടി വന്ന വിലയാണ് ധീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഈ രാഷ്ട്രീയ മരണം. പിണറായിയുടെ ഇംഗിതത്തിനനുസരിച്ച് മകനെ ചെന്നൈയിലെത്തിച്ച അവിടെ നിന്ന് ബർമിംഗ്ഹാം എന്ന സ്വപ്നഭൂമിയിലെത്തിക്കുന്നതിന് SFI പ്രവർത്തകൻ റഷീദ് എല്ലാ സംവിധാനങ്ങളും ഒരുക്കുമ്പോൾ കൊച്ചിയിൽ നിന്ന് സ്റ്റേറ്റ് ബാങ്ക് കലൂർ ശാഖയിൽ വിവേകിനുള്ള ലക്ഷങ്ങളുടെ ബാങ്ക് വായ്പയുടെ അവസാന പണികൾ നടക്കുകയായിരുന്നു എന്നുകൂടി ശക്തിധരൻ ഓർമ്മിപ്പിക്കുന്നു. പൊടുന്നനെയാണ് പിണറായിയുടെ കോൾ ദേശാഭിമാനിയിൽ K വേണുഗോപാലിൽ വന്നത്. വേണുഗോപാലിന് ഫോൺ വരുന്നു, വായ്പയുടെ നടപടികളുമായി മുന്നോട്ട് പോകേണ്ട എന്ന്. അതിലൊളിച്ചിരിപ്പുണ്ട് യഥാർത്ഥ പിണറായിയുടെ മുഖം. സത്യത്തിൽ ഇവിടെ ഒരു പിണറായിയെ മാത്രമല്ല ഞാൻ കാണുന്നത്. ആഗോളവൽക്കരണത്തിൻ്റെ ആവിർഭാവത്തോടെ പഠനത്തിൽ വളരെ പിന്നിലായിരുന്ന എത്രയോ നേതാക്കളുടെ മക്കൾക്ക് കള്ളപ്പണത്തിൻ്റെ ഈ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ നാറിയത് പിണറായി വിജയൻ മാത്രം. യഥാർത്ഥത്തിൽ ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ എത്രയോ ഇരട്ടി ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഒരു നിമിഷം നായനാരുമായി താരതമ്യം ചെയ്തു നോക്കൂ. ഇതിലൊന്നും നായനാരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല, പറ്റില്ല എന്നുള്ളതാണ്. നായനാരുടെ മനസ്സിൽ വിഹുലതയാർന്ന ഭാര്യയുടെയോ മക്കളുടെയോ ചിത്രം ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവില്ല.
അതെല്ലാം പാർട്ടിയാണ്. ഇളയ മകൻ വിനോദ് രാത്രി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ തീവണ്ടിക്കൂലി കയ്യിലില്ലാതെ നിൽക്കവേ അച്ഛൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ ഒരു ലിഫ്റ്റ് പ്രതീക്ഷിച്ചപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ മുന്നിലിട്ട് ആട്ടിയ ആട്ടുണ്ടല്ലോ, അത് ഒരു മകനും ഒരിക്കലും പുറത്തില്ല. എന്തിനാണ് നീ ഈ രാത്രി ഇവിടെ എത്തിയത് എന്ന് നായനാർ ആ ബാലനോട് ആക്രോശിച്ചപ്പോൾ ഉരുളയ്ക്കുപ്പേരി പോലെ അവൻ സഹികെട്ട് കൊടുത്ത മറുപടി എൻ്റെ അച്ഛനെ കാണാൻ എന്നായിരുന്നു. അത്രയ്ക്ക് അവൻ്റെ മനസ്സ് നായനാരുടെ ആക്രോശത്തിൽ വ്രണപ്പെട്ടു പോയിട്ടുണ്ടാകും എന്നുള്ളതാണ്. അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തത്വദീക്ഷയിൽ നെല്ലിട വിടാതെ മുറുകെ പിടിച്ച 100 അനുഭവങ്ങളെങ്കിലും നിരത്താൻ ഉണ്ടാകും. അത് മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് സാന്റിയാഗോ മാർട്ടിൻ്റെ കോടികൾ വലിച്ചു പുറത്തിടണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയത്. അതുകൊണ്ടാണ് 2,35,00,000 രൂപ പാർട്ടിയിൽ കണക്ക് വെക്കാതെ അടിച്ചു മാറ്റിയത് ലോകമറിയട്ടെ എന്ന് താൻ തീരുമാനിച്ചതെന്ന് ശക്തിധരൻ പറയുന്നു. പക്ഷേ അവിടെ താൽക്കാലിക വിരാമമായി. അത് തുടർന്നാൽ അസ്ഥിഭാരം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞാലോ എന്ന് ഭയപ്പെട്ടു പോയി. അതുകൊണ്ട് അവിടെ നിർത്തുന്നു. സ്ഫടികം പോലെ സുതാര്യതയുള്ള ഉന്നത നേതാവ് ഇതിനിടെ കയ്യിലിരുന്ന രേഖകൾ ഇനി ശക്തിയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഏതാനും നാൾ മുമ്പ് ഏൽപ്പിച്ചപ്പോൾ അതിന് ഇനി ധൂളിയുടെ വിലയെ ബാക്കിയുണ്ടാകൂ എന്ന് ശപഥം ചെയ്തത് അതെനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ലാതാകുമോ എന്ന് സംശയിച്ചു തുടങ്ങിയത് കൊണ്ടാകാം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ഇത്രയും ചെയ്തികൾ ചെയ്തിട്ടും? ഞാൻ ആദ്യം നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, ഒരു ഔദ്യോഗിക വാഹനത്തിൽ ഒരു ലിഫ്റ്റ് ചോദിച്ച മകന് നായനാരെന്ന് പറയപ്പെടുന്ന അച്ഛൻ നൽകിയ മറുപടിയും ആ അച്ഛന് മകൻ കൊടുത്ത മറുപടിയും നമ്മൾ കേട്ടതാണ്. പക്ഷേ കാലങ്ങൾ ഒരുപാട് കടന്നുപോയപ്പോൾ, പിണറായിയും അത്തരത്തിലൊരു മുഖ്യമന്ത്രിയായപ്പോൾ, പിണറായിയും പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ, അതിനുശേഷം അത്തരത്തിലൊരു സഖാവ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ നിന്ന് ഉദിച്ചുയർന്ന് കഴിഞ്ഞ 10 വർഷത്തോളം ആകുന്നു, 10 വർഷത്തോളം ആകാൻ പോകുന്നു, 8 വർഷം കഴിയുന്നു. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ തുടർച്ചയായി കേരളത്തിലെ ജനങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും തൻ്റെ മക്കളെയും മരുമക്കളെയും ഒക്കെ പ്രീതിപ്പെടുത്തി അവരുടെയൊക്കെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചെയ്യുന്ന ഒരു അച്ഛനെ നമുക്ക് പിണറായിയിൽ കാണാൻ കഴിയുമെങ്കിൽ ആ സുഖലോലുപതയിൽ നിന്ന് മാറി കമ്മ്യൂണിസത്തിൻ്റെ യഥാർത്ഥ ആദർശ സിദ്ധാന്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയ നായനാരെന്ന് പറയപ്പെടുന്ന വ്യക്തിത്വത്തെയും അന്ന് ഔദ്യോഗിക വാഹനത്തിൽ ഒരു ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ഒരാട്ടാട്ടിയ നായനാരെന്ന് പറയപ്പെടുന്ന സഖാവിനെയും നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഇവിടെ ഈ ശക്തിധരൻ പറയുന്ന വാദങ്ങൾ നമ്മൾ തള്ളിക്കളയരുത്. ജി ശക്തിധരൻ എന്ന് പറയപ്പെടുന്നത് കൂടെ കിടന്നവന് മാത്രമാണ് രാപ്പനി ഉണ്ടാകൂ എന്ന് പറയുന്നത് പോലെ ആ പാർട്ടിയുമായി ഇത്രയും കാലം അഭേദ്യമായ ബന്ധമുണ്ടായിരുന്ന ജി ശക്തിധരൻ എന്ന് പറയപ്പെടുന്ന ദേശാഭിമാനി എന്ന് പറയുന്ന പാർട്ടി പത്രത്തിൻ്റെ അസോസിയേറ്റ് എഡിറ്റർ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുമോ? അല്ലെങ്കിൽ അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ മാനനഷ്ട കേസ് കൊടുക്കുവാൻ ധൈര്യം കാണിക്കുന്നുണ്ടോ ഈ പിണറായിയുടെ മറ്റ് സഖാക്കളും? എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതുമാത്രം മതി ജി ശക്തിധരൻ പറയുന്നത് ശരിയാണെന്നും സത്യസന്ധമായ കാര്യങ്ങളുമാണ് എന്ന് പൊതുജനത്തിന് വിശ്വസിക്കാൻ. അതുകൊണ്ട് പിണറായിക്ക് തുല്യൻ പിണറായി മാത്രമേ ഉണ്ടാകൂ. പക്ഷേ നായനാരോട് ഒരിക്കലും ഉപമിക്കാൻ കഴിയാത്ത ഒരു സഖാവാണ് പിണറായി എന്നുകൂടി പറഞ്ഞു വെക്കട്ടെ.